പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ കൂടി വരുന്നൊരു സമയമുണ്ട്. അതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം അമ്മ കൂടുതൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. അമ്മ കൂടുതൽ നേരം പള്ളിയിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മ ഒരുപാട് നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല. മറന്നുപോകുന്നൊരു കാര്യമുണ്ട് മക്കള്. ഈ അമ്മ ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ്, ഈ അപ്പനിങ്ങനെ മുട്ടിന്മേൽ നിന്നത് കൊണ്ടാണ് ഇപ്പോൾ നേരെ നിവർന്ന് നിൽക്കാനും ശരിക്കൊരു ജോലിക്ക് പോകാനും സാലറി കിട്ടാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ ഈ മക്കൾക്ക് ബലം ലഭിച്ചതെന്ന്. സുവിശേഷം 1-ാമത്തെ വായനയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. കർത്താവ് ഇങ്ങനെ ഇടപെടുന്നൊരു കാഴ്ച അധികം നമ്മൾ കാണാറില്ല. തളർന്നിരിക്കുന്ന മനുഷ്യർ ഒരു രാത്രിയിൽ ഇങ്ങനെ മക്കളുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ പിറ്റേ ദിവസം രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് 5:30 പള്ളിയിൽ ഹാജരാവുന്നതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് ഭയപ്പാടില്ലാത്തത് കൊണ്ടാണ്. ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കുകയും വേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അവരോട് പറയണം, നീ അവരെ ഭയപ്പെടേണ്ട, കാരണം നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. അതേ വചനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് കാലങ്ങളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ തൻ്റെ നാമം പറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് കരുത്തുറ്റ കോട്ടയും സംരക്ഷണ കവചവുമായി കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് ഈ രാത്രികളിൽ മക്കളുടെയും കുഞ്ഞുമക്കളുടെയും അപമാനിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ കേട്ട് ഉറങ്ങാൻ പോകുന്ന അപ്പനോടും അമ്മയോടും കൂടെ ഈ കർത്താവ്, ഇതേ കർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടുതൽ പള്ളിയിൽ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് അപ്പനും അമ്മയും പോലും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ചില പിള്ളേരുടെ കൂടെ ഇതേ കർത്താവിൻ്റെ ബലം നമുക്ക് കാണാനായിട്ട്, കരുത്തുറ്റ കരം അവനെ താങ്ങി നിർത്തുന്നത് കാണുന്നുണ്ട് നമ്മൾ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം വീട്ടുകാർ പോലും എതിർത്ത് നിൽക്കുമ്പോൾ ഇത്ര ചെറുപ്പത്തിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. നിന്റെ ആരും ഉപദ്രവിക്കുകയില്ല, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. കർത്താവിൻ്റെ പറഞ്ഞില്ലേ, ഇതുപോലെ കർത്താവ് ഇറങ്ങി വന്ന് ബലം കൊടുക്കുന്ന, ഇടപെടുന്ന അവസരങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടില്ല. പൗലോസ്ലിഹയാണ് സാവൂളിനെ തള്ളിയിട്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കണേ, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കണേ? ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നൊരു മൂവി സീനൊക്കെ ഉണ്ടല്ലോ, നീ എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ കർത്താവ് ചോദിക്കുക, തൻ്റെ നാമം പേറുന്ന മനുഷ്യരെ, തൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരെ, തൻ്റെ നാമം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഒരാൾ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ കർത്താവ് ഇടപെടുന്നൊരു കാഴ്ചയുണ്ട്. കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടിട്ട് സ്വർഗം ഇങ്ങനെ ഈ നിസ്സാരനായിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കണേ? പൗലോസ് കർത്താവിനെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ പോണേ? എൻ്റെ പിള്ളേരിൽ ഒരാളെ തൊട്ടാലും നീ എന്നെ തൊട്ടതിന് തുല്യം. ഭയങ്കര സംരക്ഷണമാണ് കർത്താവ് പറയണേ. തൊടാനായിട്ട് ഞാൻ അനുവദിക്കില്ല, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവ് അതേസമയം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തും, ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാവും, ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാവും, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഞാൻ പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, ആ സമയം ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കർത്താവിനെ പ്രതിയാണെങ്കിൽ, ഈശോയുടെ നാമത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, കർത്താവിൻ്റെ വഴികളിലൂടെ ചരിക്കുന്നതിന് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷമായി അവൻ മാറ്റുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തിട്ട് ഒരാൾ സങ്കടപ്പെടുമ്പോൾ അതിനകത്ത് കർത്താവ് എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്നുള്ള ചോദ്യമൊന്നും ആയിട്ട് വരരുത്. മറിച്ച് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരുവനെ സംരക്ഷണ കോട്ടയായിട്ട് അവൻ, അങ്ങനെയാണെങ്കിൽ അതെന്തിനാച്ചാന്ന് ചോദിക്കും.
അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ജീവിതം നിന്നേക്കണേ. കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ഈശോയുടെ സാക്ഷിയാവാൻ. എന്നിട്ട് അതൊക്കെ മറന്നിട്ട് ബാക്കി കാര്യങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരെ കർത്താവ് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ സുവിശേഷം പറയണത്, ഒന്നാം വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, വചനത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് വാഗ്ദാനം ഇതാണ്: നിങ്ങൾ ധൈര്യപൂർവ്വം പ്രസംഗിക്കുക, ഭയപ്പെടേണ്ട, നിശബ്ദനാകാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ അതേ വചനങ്ങൾ, അതിൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വചനങ്ങൾ കാണുന്നുണ്ട്. നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനങ്ങൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇത് നിയോഗമാണ്. അങ്ങനെ നിയോഗം കിട്ടിയ ഒരാളോടാണ് കർത്താവ് പറയണത്, നിങ്ങൾ പ്രസംഗിക്കുക, നിങ്ങൾ ജീവിക്കുക, എൻ്റെ ജീവിതം ജീവിക്കുക, എൻ്റെ നാമം ജീവിക്കുക, എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരാളെയും പേടിക്കണ്ട. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഹൃദയത്തിനനുസരിച്ച് ജീവിക്കുക, വചനം ജീവിക്കുക, വചനം പറയുക. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇന്നസെന്റ് പാപ്പയുടെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്ന കരച്ചിലുണ്ടല്ലോ, പിതാവേ ഒന്നും വേണ്ട, എനിക്ക് വരമൊന്നും വേണ്ട, ഒരു ഫേവറും വേണ്ട, എനിക്ക് ആകെ വേണ്ടത് ഒരു ആശീർവാദമാണ്. അവിടുത്തെ വചനം സുവിശേഷം ജീവിക്കാനായിട്ടുള്ളൊരു ആശീർവാദം, വേറെ ഒന്നും വേണ്ട. സുവിശേഷം ജീവിക്കാനായിട്ടുള്ളൊരു ആശീർവാദം. ആശീർവാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മുട്ടിന്മേൽ നിൽക്കുന്നത്, ശിരസ് നമിക്കുന്നത്. എത്രയോ പേരാണ് മറ്റുള്ളവർ കളിയാക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നത്. ഈശോയുടെ വാക്ക് പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്നും മാറ്റി നിർത്തപ്പെടുമെന്നും അറിഞ്ഞ് ഇങ്ങനെ ആ കർത്താവിൻ്റെ വാക്ക് പറയാതെ മറ്റു പലതും പറഞ്ഞിങ്ങനെ വളഞ്ഞ വഴി പിടിക്കുന്നത് എത്രയോ പേരാണെന്ന്. നാണക്കേടാണെന്ന് പറഞ്ഞ് ഈശോയെ പറ്റി പറയാത്തത്, പേടി കൊണ്ട് ഈശോ എന്നുള്ള നാമം പറയാത്തത്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. സംരക്ഷണവും സഹായവുമായി കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നമുക്കിനി ഒന്ന് വാതുറന്നു തുടങ്ങാം. അവനെപ്പറ്റി പ്രസംഗിച്ചു കൊണ്ടിരിക്കാം. അവൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. അവൻ്റെ സുവിശേഷം ജീവിക്കാനായിട്ടുള്ള ഒരു ബലം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഒറ്റ ആശീർവാദം മതി തമ്പുരാനെ, നിന്റെ സുവിശേഷം ജീവിക്കാനായിട്ടുള്ള ആശീർവാദം മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണു നിറയുകയും ലോകം അത് കണ്ട് കളിയാക്കി സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ രാത്രിക്ക് ശേഷം നിങ്ങളുടെ കണ്ണുകൾ സന്തോഷത്തിൻ്റെ കണ്ണീർ കൊണ്ട് നിറയുന്ന ഒരു പുലരി ഉണ്ടാകുമെന്നോർക്ക്. സന്തോഷത്തിൻ്റെ വലിയ പ്രകാശം കൊണ്ട് നിങ്ങളുടെ മുഖം ഉദിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മുഖം കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുന്ന നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാകുമെന്നോർക്കും. കർത്താവ് കൈവിടില്ല. ഈ നിമിഷം സങ്കടങ്ങളാണെങ്കിൽ അടുത്ത നിമിഷം അത് സന്തോഷമായി നിങ്ങളെ ഉയർത്താൻ അറിയാവുന്ന സർവശക്തനിലേക്ക് എല്ലാ പ്രയാസങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ മനസ്സിൻ്റെ ഭാരങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
അനന്ത സ്നേഹമേ